ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 10 മസ്റ്റ് വാച്ച് വെബ് സീരീസ് ആയിട്ട്. അത് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. അപ്പം ഞാൻ ഓർത്തു ഈ ആഴ്ച നമുക്ക് അടുത്തൊരു ടൈപ്പ് ഓഫ് ജോണറിലേക്ക് കടക്കാം, ഹൊറർ മൂവീസ്. എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് മൂവീസിൽ മെയിൻ ഒരെണ്ണമാണ് ഹൊറർ മൂവീസ്. ഇനി ഹൊറർ മൂവീസ് എന്ന് പറയുമ്പോഴത്തേക്കും പല ടൈപ്പിലുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടെ പേടിപ്പെടുത്തുന്നത് ഫൗണ്ട് ഫുട്ടേജ് ടൈപ്പ് ഓഫ് ഹൊറർ മൂവീസ് ആണെന്ന്. എന്ന് പറയുമ്പം നമ്മളേതെങ്കിലും ഒരു ക്യാമറയിലൂടെ കാണുന്ന പോലെയായിരിക്കും വിഷ്വൽസ് മൊത്തം ഉണ്ടാവുക. അതായത് ആരോ ഷൂട്ട് ചെയ്യുന്ന പോലെ ആണ് നമ്മളെ ഫുൾ മൂവിയിൽ വിഷ്വൽസ് കാണുക. അല്ലാണ്ട് പ്രൊഫഷണലി ഷൂട്ട് ചെയ്ത വിഷ്വൽസ് അതിനകത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫൗണ്ട് ഫുട്ടേജ് മൂവീസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പേടിപ്പെടുത്തുന്നതാണ്, കുറച്ച് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസാണ്. 6 എണ്ണേ ഉള്ളൂ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ മൂവി സജഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ മൂവീസൊക്കെ ഏതാണെന്നുള്ളത് താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മൂവീസിലേക്ക് കടക്കാം. ഇതിൽ പല ലാംഗ്വേജസിലുള്ള മൂവീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ടർക്കിഷ് ഉണ്ട്. സോ അതുകൊണ്ട് സബ് ടൈറ്റിൽസ് വേണ്ടി വരും നിങ്ങൾക്ക് പല മൂവീസും കാണണമെങ്കിൽ. 5 മൂവീസാണ് മെയിൻലി ഉള്ളത്. ഒരെണ്ണത്തിൻ്റെ തന്നെ 2 പാർട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 6 എന്ന് പറഞ്ഞത്. ബട്ട് 5 എണ്ണേ ഉള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ദ ഹെൽ ഹൗസ് LLC എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഇതിൻ്റെ കഥ, ആക്ച്വലി ഹൊറർ മൂവീസിൻ്റെ കഥ ഞാൻ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥ എൻ്റെ ട്വിസ്റ്റ് വെളിപ്പെട്ട് പോകും. അതുകൊണ്ട് അത് മനസ്സിലാവാത്ത രീതിയിൽ ഞാനൊരു ചെറിയ സിനോപ്സിസ് എല്ലാത്തിനും വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഹെൽ ഹൗസ് LLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ടീനേജേഴ്സ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ്, അവർ ഒരു ഹെൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോണ്ടഡ് ഹൗസ് അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു വീട് എടുക്കുന്നു. ഒരു ഹോണ്ടഡ് ആണെന്ന് എന്താ പറയുക, കേട്ട് കേൾവിയുള്ള ഒരു വീടെടുക്കുന്നു. അതിലിവർ ഈ ഹെൽ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോണ്ടഡ് ഹൗസ് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ഓപ്പൺ ആകുന്നു. ഫസ്റ്റ് ഡേ അതിൽ കാണാനായിട്ട് ഒരു 10-15 പേര് കയറുന്നു. അവർ അതിനകത്ത് എന്തോ മാൽഫങ്ഷൻ ഉണ്ടായിട്ട് മരണപ്പെടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു അന്വേഷണമൊക്കെ വരുമ്പോഴത്തേക്കും ഇവർ ആ ഹൗസ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ ഷൂട്ട് ചെയ്തതിൻ്റെ കുറച്ച് കാസറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനേക്ക് നമുക്കൊരു എന്താ പറയുക കഥ അതിൽ നിന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവർ ഷൂട്ട് ചെയ്ത ആ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്ത ആ ഒരു ഫുട്ടേജിൽ നിന്നാണ് ഈ കഥ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ അതാണ് ഹെൽ ഹൗസ് LLC. ഇത് ഒരു അമേരിക്കൻ മൂവിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇംഗ്ലീഷാണ്, നിങ്ങൾക്ക് സബ് ടൈറ്റിലൊന്നും വേണ്ടി വരില്ല. അത്യാവശ്യം ഹണ്ടിങ് ആയിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഒരു പടമാണ്, നിങ്ങൾ കണ്ടുവെക്കുക. അടുത്ത മൂവി ടേക്കിംഗ് ഓഫ് ഡെബോറ ലോഗൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ്. ഇതും അഗൈൻ ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. ഇതിലെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇതിൽ ഡെബോറ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരിയുണ്ട്. സ്ത്രീക്ക് അൾസൈമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കെയർ ഗിവറായിട്ടുള്ളത് അവരുടെ മോളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ വേറൊരു സ്ത്രീ അവർ ഈ അൾസൈമേഴ്സിനെ കുറിച്ചിട്ടൊരു തീസിസോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡെബോറയെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരിയും അവരുടെ ഒരു ക്യാമറമാനും കൂടെ ഈ ഡെബോറയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇവർ പലവട്ടം വരുന്നു, ഇവിടെ താമസിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ സ്ത്രീയും അവരുടെ ക്യാമറമാനും ഈ ഡെബോറയുടെ ലൈഫ് റെക്കോർഡ് ചെയ്യുന്നതും അതിൽ നിന്ന് ഡെബോറയ്ക്ക് ആക്ച്വലി എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുന്നതും ഒക്കെയാണ് കഥ. ഇത്ര ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ട്വിസ്റ്റ് പുറത്തായി പോകും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു സിനോപ്സിസ്. ഈ ഡെബോറയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് പേടിയാവും. ലൈക്ക് അവരുടെ ആ ഒരു മേക്കപ്പൊക്കെ കുറച്ചിങ്ങനെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു ലുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ടേക്കിംഗ് ഓഫ് ഡെബോറ ലോഗൻ എന്നുള്ള മൂവിയിൽ ഉള്ളത്. ഇതും അത്യാവശ്യം ഹോണ്ടിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്, നിങ്ങൾ എന്തായാലും കണ്ടുനോക്കുക. അടുത്ത് നമുക്കൊരു സ്പാനിഷ് മൂവി ആയാലോ. ഇതിൻ്റെ പേര് റെക് എന്നാണ്, REC റെക് എന്നാണ്. ഇതിന് തന്നെ 2 പാർട്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ 6 മൂവി എന്ന് പറയാൻ കാര്യം. റെക്കിന് തന്നെ റെക് 1 ഉണ്ട്, 2 ഉണ്ട്.
അപ്പോൾ ഇതിലെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇതിലൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു റിപ്പോർട്ട് വരികയാണ്, അവിടെ എന്തോ ഒരു സംഭവം ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എന്തോ ഒരു അസുഖം ആ ബിൽഡിങ്ങിലുള്ള ആൾക്കാർക്കെല്ലാം പടർന്നു പിടിക്കുന്നുണ്ട് എന്ന് പുറത്തേക്കൊരു അറിവ് വരികയാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയും ഒരു റിപ്പോർട്ടറും അവരുടെ ക്യാമറാമാനും കൂടെ ഈ ബിൽഡിങ്ങിനകത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരെ 1 by 1 ആയിട്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്നവർ മനസ്സിലാക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളതും ഏറെക്കുറെ അവിടെ നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതൊക്കെ ആ ക്യാമറയിൽ പതിയുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത്, ആ അസുഖം എന്ന് പറയുന്നത് എന്തോ ഒരു സാധനം കയറി കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ കാനിബാൾസ് ആയിട്ട് മാറുകയാണ്. അതായത് മനുഷ്യരെ തിന്നുന്ന ആൾക്കാരായിട്ട് അല്ലെങ്കിൽ മനുഷ്യരെ തിന്നുന്ന ജീവികളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെന്താണ്, എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് സംഭവം, ആ ബിൽഡിങ്ങിനകത്ത് അപ്പാർട്ട്മെൻറ്റിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലുള്ളത്. ഈ ഔട്ട് ബ്രേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ബിൽഡിംഗ് ഫുള്ള് ക്ലോസ് ഔട്ട് ആവും. അപ്പോൾ അവിടേക്ക് വേറെ ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടുപോകും ഈ ക്യാമറമാനും റിപ്പോർട്ടറും, ഇതിൻ്റെ അകത്ത് തന്നെയായി പോകും. അപ്പോൾ അവരെന്തായാലും ഓക്കെ എന്നാൽ അവിടെ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ആ ക്യാമറയിലൂടെ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവിയിൽ കാണുന്നത് ഇതാണ്. അവരതിനകത്ത് കയറി ഈ ഷൂട്ട് ചെയ്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്നത്. റെക് 2 വരുന്നത് ഇതേ കഥയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് റെക് 2 വരുന്നത്. അതിൽ ഈ ഔട്ട് ബ്രേക്ക് തടയാനായിട്ട് പുറമേ ഉള്ളവർ അറിയുന്നില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ റെക് 1 കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. പക്ഷേ പുറമേ ഉള്ളവർ അത് അറിയുന്നില്ല. അപ്പോൾ അകത്ത് ആൾക്കാർക്ക് അപകടം സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും പുറമേന്ന് ഏതോ ഒരു സയൻറ്റിസ്റ്റും കുറച്ച് ഡോക്ടേഴ്സും ഒക്കെ കൂടെ പുറമേന്ന് പിന്നെയും കുറേ ആൾക്കാർ അകത്തേക്ക് വരുന്നു. എന്നിട്ട് അവർ അഗൈൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നു അവർക്ക് എന്താണ് സംഭവിക്കുന്നത്. അവരിതിൻ്റെ ആ ഒരു കോറിലേക്ക് എത്തുന്നതാണ് റെക് 2 ഇതും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഫൗണ്ട് ഫുട്ടേജ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിളിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു പടമാണ് റെക് 1ഉം 2ഉം. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അഗൈൻ സ്പാനിഷ് മൂവിയാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സബ് ടൈറ്റിൽസ് വേണ്ടി വന്നേക്കാം. ബട്ട് ഇറ്റ്സ് പ്രിറ്റി ഈസി ടു ഫോളോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഫുൾ ഇഫക്റ്റിൽ തന്നെ കാണാൻ പറ്റും സബ് ടൈറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അടുത്തത് ദ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഇതിൽ നമ്മൾ കാണുന്നത് 2 കുട്ടികൾ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വെക്കേഷൻ എന്തോ ആയിട്ട് കുറച്ച് ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവരുടെ അമ്മ അവരുടെ കൂടെ പോകാനിരുന്നതാണ്, പക്ഷേ എന്തോ കാര്യം കൊണ്ട് അവർക്ക് പോകാൻ പറ്റിയില്ല. അപ്പം കുട്ടികൾ തന്നെയാണ് ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തോട്ട് പോകുന്നത്. പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ലവിങ് ആയിട്ടുള്ള ഗ്രാൻഡ് പേരൻസ് ഒക്കെയാണ്. ഇവരെ കാര്യമായിട്ട് സ്വീകരിക്കുന്നു, ഇവർക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ വീട്ടിൽ ഭയങ്കര വിയേർഡായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ലൈക്ക് ഒരു 9:30 കഴിയുമ്പോഴത്തേക്കും പിന്നെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങരുത്, റൂമിൽ അടച്ചിരുന്നോണം. പിന്നെ അതുപോലെ രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും പുറമെ മുറിയുടെ പുറത്ത് കുറച്ച് ഒച്ച ബഹളങ്ങളൊക്കെ കേൾക്കുന്നു. പിന്നെ പകലൊക്കെ ആണെങ്കിലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ കാണുന്നു. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു പടത്തിൽ ഫുള്ളുള്ളത്. പിന്നെ ഇത് നമ്മളെ കാണിക്കുന്നത് ഈ കുട്ടികളുടെ കയ്യിലൊരു ക്യാമറയുണ്ട്. അപ്പോൾ അതിലൂടെ അവർ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ക്യാമറയാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മളെ ഫുൾ മൂവി കാണിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ ഒരു ഫുൾ മൂവി. അപ്പോൾ അവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, എന്തായിരുന്നു ആ വ്യൂഡ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ എന്താ പറയുക കഥാതന്തു. നല്ല മൂവിയാണ്, നല്ല സസ്പെൻസ് ത്രില്ലറാണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റുള്ളൊരു ക്ലൈമാക്സ് ഒക്കെയാണ്. അപ്പോൾ ഒരു ഗുഡ് വാച്ച് ആണ്, എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ നമ്മളെ ലാസ്റ്റ് മൂവിയിലേക്ക് എത്തിയേക്കാണ്. ഇതൊരു ടർക്കിഷ് മൂവിയാണ്. ടർക്കിഷ് മൂവീസിൻ്റെ ഹൊറർ മൂവീസിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് അത്യാവശ്യം പേടിപ്പെടുത്തുന്ന മൂവീസാണ് ടർക്കിഷ് ഹൊറർ മൂവീസ് എന്ന് പറയുമ്പോഴത്തേക്കും. കുറേ ഒരു ബ്ലാക്ക് മാജിക്, എന്താ പറയുക കൂടോത്രം പോലത്തെ സാധനങ്ങളൊക്കെ കാണിക്കുന്ന മൂവീസാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം നമ്മളെ പേടിപ്പെടുത്തുന്ന ടൈപ്പാണ് ഈ ഒരു ടർക്കിഷ് ഹൊറർ മൂവീസ്. അപ്പോൾ അതിലെ ഒരു ഫൗണ്ട് ഫുട്ടേജ് മൂവിയാണ് ഡബ്ബെ. എനിക്കൊന്ന് ഡബ്ബെ കുറേ സീരീസ് കുറേ മൂവീസ് ഉണ്ട് ആ ഒരു ഡബ്ബെ സീരീസിൽ. പക്ഷെ ഞാൻ ഒരെണ്ണേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിൻ്റെ കാര്യം പറയുന്നുള്ളൂ. അഗൈൻ ആ സീരീസിലേക്ക് നല്ലതായിരിക്കണം. ഞാൻ കാണുകയാണെങ്കിൽ ഭാവിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഞാൻ കണ്ടേക്കുന്നത് അതിൽ ഒരൊറ്റ മൂവിയാണ്, ഡബ്ബെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ മൂവിയാണ് കണ്ടേക്കുന്നത്. ഫസ്റ്റ് മൂവിയാണെന്നാണ് എൻ്റെ വിശ്വാസം.
ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൻ്റെ ഒരു പോസ്റ്റർ, അപ്പോൾ അറിയാലോ ഏതാന്നുള്ളത്. അപ്പോൾ ഇതിലെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇത് നടക്കുന്നത് ടർക്കിയിലെ ഏതോ ഒരു കുറച്ച് റൂറലായിട്ടുള്ള ഏതോ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി അവളുടെ കല്യാണ തലേന്ന് നടക്കുന്ന എന്തോ പരിപാടി, മൈലാഞ്ചിയോ അങ്ങനെ എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൾ ബോധം കെട്ട് വീഴുന്നു. പിന്നെ ബോധം വരുമ്പോഴത്തേക്കും ഇവളെ ഏതോ ഡീമൺ പൊസസ് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി പൊസഷൻ ആയി കഴിയുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റഡ് ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഇതേ ടൗണിൽ ജനിച്ച് വളർന്നതാണ്. പക്ഷേ ഇതേ വില്ലേജിൽ ജനിച്ച് വളർന്നതാണ്. അവളിപ്പോൾ ടൗണിൽ സൈക്യാട്രിസ്റ്റ് ആയിട്ട് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ ഇതിനെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ അവൾ ഇതെന്താണ് എന്ന് ഇവളുടെ ഒരു എന്തോ തീസിസും ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു പൊസഷൻ ആണോ അതോ ആക്ച്വലി സൈക്യാട്രിക് ഇഷ്യൂ ആണോ എന്നതിനെക്കുറിച്ച് അവൾ എന്തോ തീസിസ് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവൾ ഈ ഒരു ഫ്രണ്ടിനെയും വന്ന് കാണാം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ബ്ലാക്ക് മാജിക് നെക്കുറിച്ചുള്ള പരാമർശമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൊസഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ബാധ ഒഴിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഷാമൻസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ബാധ ഒഴിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാർ. അപ്പോൾ ഇവൾ ടൗണിൽ നിന്ന് ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഷാമനെയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇതുപോലെ ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവക്ക് തീസിസ് ചെയ്യേണ്ടത് ഇത് ആക്ച്വലി ബാധയാണോ, ഇയാൾ ഫേക്കാണോ, ഈ ബാധ ഒഴിപ്പിക്കുന്നു എന്ന് പറയുന്ന ഇയാൾ ഫേക്കാണോ എന്നുള്ളതാണ് ഇവക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവൾ ഫേക്ക് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്നിട്ട് ഇവൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇത് ആക്ച്വലി മെഡിക്കൽ റീസൺ ആണ്, സൈക്കാട്രിക് ഇഷ്യൂസ് ആണെന്നാണ് ഇവൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവൾ ഈ കൂട്ടുകാരുടെ കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഷാമനെയും കൂട്ടിക്കൊണ്ട് ഇവളുടെ ഒരു വില്ലേജിലേക്ക് വരികയാണ്, ഈ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇവൾ ഇത് ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഇവളുടെ കൂടെയുള്ള ഈ ഷാമൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ കഥ മൊത്തം പറയുന്നത്. ഇവർ രണ്ടുപേരുമാണ് മോസ്റ്റ്ലി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവളുടെ ഈ കൂട്ടുകാരിയുടെ വീട്ടിൽ വരുന്നു, അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കുന്നു. ഈ ഷാമൻ ഇതുപോലെ അവിടെ കൂടോത്രമുണ്ടോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ചെയ്തതാണോ, എങ്ങനെയാണ് ഈ പൊസഷൻ വന്നത് എന്നുള്ളത് ഷാമൻ്റെ രീതിയിൽ നോക്കുന്നു. ഇവള് ഇത് സൈക്യാട്രിക് ഇഷ്യൂ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ രീതിയിൽ നോക്കുന്നു. എന്നിട്ട് ഫൈനലി ഇതെന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ക്യാമറയിലൂടെ ഷൂട്ടായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അതാണ് കഥ. അത്യാവശ്യം നല്ല ഹോണ്ടിങ് ആയിട്ടുള്ള, നല്ല പേടിപ്പെടുത്തുന്ന, ടെറിഫൈങ് ആയിട്ടുള്ള മൂവിയാണ്. അഗൈൻ ടർക്കിഷ് ആയതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽസ് വേണം. ബട്ട് എന്നാൽ പോലും ആ ഒരു എക്സ്പീരിയൻസിനൊന്നും ഒരു കുറവും വരില്ല. നല്ല നല്ല പേടിപ്പിക്കുന്ന മൂവി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് പേടിപ്പിക്കൽ മൂവിയാണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. അത്യാവശ്യം കിടില മൂവിയാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള 5 ഹൊറർ മൂവീസ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഫൗണ്ട് ഫുട്ടേജ് ടൈപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഹൊറർ മൂവി കാറ്റഗറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഹൊറർ മൂവീസിൽ വേറെ ഇഷ്ടമുള്ള മൂവീസ് ഏതൊക്കെയാണെന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ കമൻസൊക്കെ താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.